ആസാമിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാന്റെ താളത്തിനൊത്തു തുള്ളുന്ന കോൺഗ്രസ് രുചിക്കാൻ പോകുന്നത് പരാജയങ്ങളുടെ എണ്ണം ഒരു നൂറ്റാണ്ടിൽ എത്തുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ BJP സഖ്യത്തിന് ഒരു ഹാട്രിക് വിജയവും ഉണ്ടാകും. എന്താണ് കോൺഗ്രസിനെ BJPയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നറിയണമെങ്കിൽ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. അതിന് അസമിലെ കോൺഗ്രസ്കാരൻ എന്നോ കേരളത്തിലെ കോൺഗ്രസ്കാരൻ എന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേ നയം തന്നെയാണ്. പാകിസ്ഥാന്റെ താളത്തിനൊത്തു പാടുക, സൈന്യത്തെ അപമാനിക്കുക. അത് നാം ഓപ്പറേഷൻ സിന്ദൂരിൽ ധാരാളം കണ്ടു. അസമിലെ ബാർപേട്ടയിലാണ് കഴിഞ്ഞ ദിവസം വലിയ ഒരു പൊതു റാലി നടന്നത്. ഈ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ തുടർച്ചയായ മൂന്നാം വിജയത്തിൽ പ്രധാനമന്ത്രി ശക്തമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ 2 ഫലങ്ങൾ ഉറപ്പാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. BJP-NDA സഖ്യത്തിനൊരു ഹാട്രിക് വിജയം, കോൺഗ്രസിന് നഷ്ടങ്ങളുടെ റെക്കോർഡ് നൂറ്റാണ്ട്, ഇങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിന് ദീർഘവീക്ഷണമില്ല എന്നും അഴിമതിയാൽ നയിക്കപ്പെടുന്ന പരിമിതമായ കാഴ്ചപ്പാടോടെയാണ് അവർ പ്രവർത്തിച്ചതെന്നും മോദി ആരോപിച്ചു. സർക്കാരിന്റെ പ്രകടനം എടുത്തു കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദശകത്തിൽ അസമിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാൻ തന്റെ ഭരണകൂടം അക്ഷീണം പ്രവർത്തിച്ചു എന്നും വരും വർഷങ്ങളിൽ സംസ്ഥാനം സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുന്നത് കാണുമെന്നും മോദി പറഞ്ഞു. ഇത്തവണ അസമിലെ ജനങ്ങൾ 2 കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, അസമിൽ BJP-NDA സർക്കാരിന്റെ ഹാട്രിക് വിജയം. രണ്ടാമത്തേത്, അത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളോട് പറയാം. അസം തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ദില്ലിയിലിരിക്കുന്ന രാജകുടുംബ നേതാക്കൾ അവരുടെ പരാജയങ്ങളുടെ എണ്ണം ഒരു നൂറ്റാണ്ടിലെത്തുന്നത് കാണും. അത് സാധ്യമാക്കുന്നത് അസമിലെ ജനങ്ങളായിരിക്കും. അതിനാൽ BJPക്ക് ഒരു ഹാട്രിക്, കോൺഗ്രസിന് ഒരു നൂറ്റാണ്ട് പരാജയങ്ങൾ, പ്രധാനമന്ത്രി മോദി പറഞ്ഞു. BJPയും കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ തുടർന്നു. പഴയ പാർട്ടി ഇപ്പോൾ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നും അതിന്റെ പ്രകടന റെക്കോർഡ് അവതരിപ്പിച്ചുകൊണ്ട് പൗരന്മാരുമായി വളരെ അപൂർവമായി മാത്രമേ ഇടപഴകൂ എന്നും മോദിയുടെ വാക്കുകൾ. താരതമ്യപ്പെടുത്തുമ്പോൾ BJP നിരന്തരം ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയും അതിന്റെ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു എന്ന് നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. പാകിസ്ഥാന്റെ താളത്തിനൊത്ത് പാടുന്നതാണ് കോൺഗ്രസിന്റെ പഴയകാല സംഭവങ്ങളെന്നും ഈ ബന്ധം രാജ്യത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും പ്രധാനമന്ത്രി മോദി ആരോപിച്ചു. കോൺഗ്രസ് ആയുധസേനയെ അനാദരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. അവരുടെ നേതാക്കളുടെ പ്രസ്താവനകൾ പാകിസ്ഥാന്റെ പ്രസ്താവനകളുമായി വളരെയധികം പൊരുത്തപ്പെടുന്നുണ്ട് എന്നാണ് മോദിയുടെ വാക്കുകൾ. കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ പോലും സായുധ സേനയുടെ വീര്യത്തെ അപമാനിക്കുന്നു. അത് സർജിക്കൽ സ്ട്രൈക്കുകളായാലും വ്യോമ ആക്രമണങ്ങളായാലും കോൺഗ്രസ് എപ്പോഴും ശത്രുവിന്റെ അജണ്ടയെ പ്രതിധ്വനിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും നമ്മുടെ സൈന്യം മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചതാണ് ലോകം കണ്ടത്. പക്ഷെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവനകളോ അത് പലപ്പോഴും പാകിസ്ഥാൻ പറയുന്നതോ ഇഷ്ടപ്പെടുന്നതോ ആയ കാര്യങ്ങളുമായി സിങ്ക്രണൈസ് ചെയ്ത് പോകുന്നതാണ്. ഈ പാകിസ്ഥാൻ ബന്ധം രാജ്യത്തിനൊരു പരിധിവരെ ദോഷം ചെയ്തിട്ടുണ്ട്. ഒരു റാങ്ക്, ഒരു പെൻഷന്റെ കാര്യത്തിലും കോൺഗ്രസ് നമ്മുടെ സായുധ സേനയെ വഞ്ചിച്ചു എന്ന മോദിയുടെ വാക്കുകൾ. ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടി പറയാം. മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ. ഭാരതം കരുത്തുള്ള രാജ്യമാണെന്ന്, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇന്ന് ഭാരതീയർക്ക് മാന്യത ലഭിക്കുന്നു എന്നുമാണ് സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞത്. നമ്മളെ ആക്രമിച്ചവരെ അവരുടെ നാട്ടിൽ പോയി പാഠം പഠിപ്പിക്കാനുള്ള കഴിവ് നാം ആർജിച്ചു. എന്നാൽ നെഹ്റുവിന്റെ കാലത്ത് ചൈന നമ്മളെ ആക്രമിച്ചപ്പോൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതെ കീഴടങ്ങേണ്ടി വന്നു. അക്കാലത്ത് അമേരിക്ക സന്ദർശിച്ച മഹാരാഷ്ട്രയിലെ ഒരു എഴുത്തുകാരൻ കണ്ട നാടകത്തിൽ നെഹ്റുവിന്റെ വേഷം കെട്ടിയ ആൾ കെന്നഡിയോട് യാചിക്കുന്നതും ജനങ്ങൾ ചിരിക്കുന്നതും താൻ കണ്ടുവെന്ന് വേദനയോടെ എഴുതിയിരുന്നു. ആ ദുസ്ഥിതി ഇന്നില്ല. ലോകത്തിനു മുന്നിൽ കരുത്തോടെ നിൽക്കുകയാണ് ഭാരതം. കശ്മീരി ജനത സമ്പത്തിലും ബുദ്ധിശക്തിയിലും വളരെ മുന്നിലായിരുന്നു. എന്നാൽ നാടിനെ കുറിച്ച് ചിന്തിച്ചില്ല. അവസാനം പിറന്ന മണ്ണിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു. നല്ലവരായതുകൊണ്ട് മാത്രം കാര്യമില്ല, സമൂഹത്തിനു വേണ്ടി നിലനിൽക്കണം എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.